DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് 26 ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തെ അവസാന ദിനങ്ങളിൽ കുടിശ്ശിക പെൻഷനുകളും വിതരണം ചെയ്യുമെന്ന വിവരങ്ങളും എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് വേതന കുടിശ്ശികയും നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയും നൽകുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എത്തിയിട്ടുണ്ട്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായിക്കൊണ്ട് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം മാർച്ച് 26 ബുധനാഴ്ച ഉച്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ബുധനാഴ്ച ആദ്യം 1600 രൂപയുടെ വിതരണം ആരംഭിച്ചത്. ഇന്നു മുതൽ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കുന്നതാണ്. 817 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി നൽകിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്രവിഹിതമായി 200 മുതൽ 500 രൂപ വരെയുള്ള വിഹിതമുള്ളവർക്ക് പതിവ് പോലെ ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. കേന്ദ്ര വിഹിതത്തിനുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി ഇപ്പോൾ നൽകിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്ര വിഹിത തുക എത്തിച്ചേരുക. അതിനാൽ ഒട്ടേറെ മാസങ്ങളിലെ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെന്ന് കമന്റ് വഴി പറയുന്നവർ നിങ്ങളുടെ മറ്റ് അക്കൗണ്ടുകളിൽ തുക വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് അല്ലേ എന്ന് ഉറപ്പാക്കുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ക്ഷേമകാര്യ വിഭാഗത്തിൽ ആധാറിന്റെ ഒരു കോപ്പിയുമായി ചെന്ന് സംസാരിക്കുക. മാർച്ച് 26 ബുധനാഴ്ച ആരംഭിച്ചിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഏപ്രിൽ 4 വരെ ഉണ്ടാകുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അടുത്ത ആഴ്ചയും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് തുടരുന്നതാണ്. ഇതേസമയം തന്നെ കുടിശ്ശിക ആനുകൂല്യങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും വന്നെത്തിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം 3 മാസമായി തൊഴിലുറപ്പിന് വേതനം കുടിശ്ശിക ആണെന്നതായിരുന്നു. 811 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. ലോക്സഭയിൽ അടൂർ പ്രകാശ് MP ഇക്കാര്യം ഉന്നയിക്കുകയും തുടർന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി ലോക്സഭയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇക്കൊല്ലം 3000 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിനാൽ തൊഴിലുറപ്പ് കുടിശ്ശിക അടുത്തു തന്നെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ 16 മാസത്തെ കുടിശ്ശികയുള്ള നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ ഒരു ഗഡുവിന്റെ വിതരണം ഇപ്പോൾ നടന്നുവരികയാണ്. കെടുകാര്യസ്ഥത കാരണം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യ വിതരണം അവതാളത്തിലാണെന്നും 2019 910 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നത് 2023 135 കോടിയായി കുറഞ്ഞെന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. പെൻഷൻ, വിവാഹം, ചികിത്സാ സഹായം തുടങ്ങിയവ മുടങ്ങി ഓരോ വർഷവും പെൻഷൻ വിതരണത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്നു. 2.82 ലക്ഷം കെട്ടിടങ്ങളിൽ 1.26 ലക്ഷത്തിൽ നിന്നു മാത്രമേ നിർമ്മാണ സെസ് പിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 542 കോടി രൂപയാണ് പിരിച്ചെടുക്കുവാനുള്ളത്. ബോർഡിന്റെ വരുമാനത്തിൽ 1.56 കോടി രൂപ തെറ്റായി റിയാബ് എന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ക്ഷേമനിധി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ജില്ലാ ഓഫീസുകളുടെ പക്കലാണ് സൂക്ഷിക്കുന്നതെന്നതിനാൽ കേന്ദ്രീകൃത സ്കീമുകൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. തൊഴിലുടമകളുടെ വിവരങ്ങൾ ലേബർ കമ്മീഷണറേറ്റിൽ ലഭ്യമല്ല. എല്ലാ കെട്ടിട നിർമ്മാണ സ്ഥാപനങ്ങളെയും ഗുണഭോക്താക്കളെയും ഉൾപ്പെടുത്തി ഡാറ്റാബേസ് തയ്യാറാക്കണമെന്ന നിർദ്ദേശവും CAG മുന്നോട്ട് വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ പെർമിറ്റ് നൽകുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഓൺലൈനായി ശേഖരിക്കണമെന്നും നിർദ്ദേശിച്ചു. കെട്ടിട നിർമ്മാണ സെസ് പിരിവ് ഊർജിതമാക്കി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തുക കുറയ്ക്കുവാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി 3 ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത്. ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ അവ നൽകുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിൽ 1 ഗഡു കുടിശ്ശിക വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിലിൽ തന്നെ വിതരണമുണ്ടാകും. ഏപ്രിൽ മാസം അതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ 3200 രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടാവുക. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.